ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് ഉണ്ടാക്കിയത് പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ ഇന്ന് പുട്ടായതുകൊണ്ട് ഞാൻ നന്നായിട്ട് തള്ളി മറിക്കുന്നതാണ്. പൊതുവേ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, പുട്ടാണോ ഇന്ന് കഴിച്ചത് എന്ന് ചോദിക്കുന്ന പോലെ ഇന്ന് ഞാൻ തള്ളി മറിക്കും. അപ്പം നല്ലൊരു പാൽച്ചായയും പുട്ടും കടലയും കൂട്ടി ഇന്നത്തെ പ്രഭാത ഭക്ഷണം സബാഷ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴികളടുത്തേക്ക് ഇറങ്ങുകയാണേ. അപ്പം ചായ കൂടിയൊക്കെ കഴിച്ചു. നമ്മൾ കോഴികളുടെ അടുത്ത് പോയി അവർക്ക് ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ കോഴിമുട്ടയൊക്കെ പെറുക്കാനുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് അവർക്കുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത്, പിന്നെ അടിയിൽ കുറച്ച് കാട്ടങ്ങളൊക്കെ കാണാം. കാട്ടത്തിലൊക്കെ നമ്മൾ ചകിരിച്ചോറ് വിതറി. അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ കോഴിമുട്ടകളൊക്കെ പെറുക്കും. അത് കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ പോകുന്ന സമയം എല്ലാ ഷോപ്പിലും കോഴിമുട്ടകൾ കൊടുക്കുന്ന ഷോപ്പിൽ ആവശ്യമുള്ളതിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ നാടൻ കോഴികൾ അതിലുണ്ട്, അവരെ ഞാൻ പുറത്ത് വിടുകയില്ല. അപ്പോൾ ഇന്ന് പൊലച്ച് ഒരു 4:30 ലൈറ്റ് ഞാൻ പൊതുവേ പുറത്തേക്ക് ലൈറ്റ് ഇടാറുണ്ട്, കോഴികളുടെ ഭാഗത്ത് ലൈറ്റ് ഇടാറുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ഇട്ട് വെച്ചില്ല. ഇവരെന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ ഇടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കാണുമ്പോഴേക്ക് ചെറിയ എന്തെങ്കിലും ഒരു നിഴൽ കാണുമ്പോഴേക്ക് ഇവർ കൊക്കാൻ തുടങ്ങും. കൊക്കി ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അത് കാരണം ഞാൻ മറ്റുള്ള നമ്മുടെ അടുത്തുകൂടെ ഉള്ള വീടുകളിൽ ഇവരൊക്കെ നല്ല ഉറക്കുന്ന സമയത്തേക്ക് ഇവർ ഈ കൊക്കൽ ബഹളം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലൈറ്റ് അങ്ങ് ഓഫ് ആയിക്കോളും, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പുലച്ചയ്ക്ക് ഞാൻ ഏകദേശം എഴുന്നേൽക്കുന്ന സമയമായിട്ടുണ്ട്. ആ സമയം ഭയങ്കരമായിട്ട് കോഴികൾ കൊക്കി പറക്കുന്നു, ചിറകിട്ടടിക്കുന്നു, എന്തൊക്കെയോ. നോക്കുന്ന സമയത്ത് നായ് വന്നതോ കുറുക്കൻ വന്നതോ എന്തോ ആണ് സംഭവം. ഞാൻ കണ്ടില്ല. ഇവർ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. അങ്ങനെ പുറത്തിറങ്ങി നോക്കി, ഒന്നുമില്ല. അപ്പോൾ നോക്കുന്ന സമയത്തുണ്ട് ഒരു കോഴി, അതായത് നമ്മുടെ BV3 കോഴി പുറത്ത് ചാടി നിൽക്കുന്നു. എങ്ങനെ ചാടിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. വെപ്രാളം കൊണ്ട് ആ കമ്മിയിനുള്ളിൽ കൂടെ എങ്ങനെയോ ഞെങ്ങി അമർന്ന് പുറത്ത് ചാടി നിൽക്കുന്നത്. ഭാഗ്യത്തിന് അതിനെ കൊണ്ടുപോയില്ല. നാടൻ കോഴിയെ പോലെയല്ലോ പറന്ന് പോകാനോ അല്ലെങ്കിൽ ഓടാനോ ഒന്നും വലിയ ശേഷിയില്ലാത്ത ആളുകളല്ലേ ഈ BV3 കോഴികൾ. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്കതിൻ്റെ വേഗം കിട്ടി. അതുകൊണ്ട് ഞാൻ വേഗം കൂട്ടിലാക്കി. പിന്നെ ഈ കോഴിമുട്ട എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് കോഴിമുട്ടകൾ കിട്ടുന്നുണ്ട്, പല കോലത്തിൽ പല രൂപത്തിൽ. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടോ ഇങ്ങനെയാണ് പല മുട്ടകളും കിട്ടുന്നത്. വെറുതെ ആയിപ്പോവും. നമ്മൾക്ക്